ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, യൗവനക്കാരെ, കുഞ്ഞുകുട്ടികളെ, നിങ്ങളേവരെയും കർത്താവ് സ്നേഹിക്കുന്നു. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള ആ ഒരു വലിയ സത്യം, ആ മാറ്റമില്ലാത്ത സത്യം, ആ നിത്യസത്യം, ഇതൊരു യാഥാർത്ഥ്യമാണ്. നാം അനുഭവിച്ചാലും അനുഭവിച്ചില്ലെങ്കിലും, അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും, വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇതൊരു സത്യമാണ്, നിത്യസത്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 3:16 ദൈവം അതിന് ഇപ്രകാരം പറയുന്നു: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, ആ ഏവനും എന്നുള്ളിടത്ത് എല്ലാവരും വരുന്നു, നശിച്ചു പോകാതെ. അവരാരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇതൊരു സത്യമാണ്. നമ്മെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളത് ഒരു നിത്യസത്യം. അതുപോലെ തന്നെ മറ്റൊരു സത്യമാണ്, നാം ആരും നശിച്ചു പോകരുതെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. ആരും നശിച്ചു പോകരുത്. കേവലയുടെ ഈ ഭൂമിയിലെ ഒരു നിസ്സാര മനുഷ്യനല്ലേ ഞാൻ. എൻ്റെ ഉള്ളിൽ പോലും, ഞാനൊരു നിസ്സാരനായ മനുഷ്യൻ്റെ ഉള്ളിൽ പോലും ഏതൊരു മനുഷ്യരെയും കാണുമ്പോൾ എൻ്റെ കർത്താവേ, അവർ യേശുവിനെ ഒന്ന് മുറുകെ പിടിച്ച് രക്ഷ അനുഭവിച്ച് ദൈവരാജ്യത്തിൽ എത്തിയെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ ഒരു എളിയ നിസ്സാരനായ എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെയാണെങ്കിൽ, ജീവരക്തം നമുക്ക് വേണ്ടി ഒഴുക്കി തന്ന യേശുക്രിസ്തുവിൻ്റെ ആഗ്രഹം എത്ര വലുതായിരിക്കും, എത്രയോ വലുതായിരിക്കും. സ്തോത്രം. അത് നാം തിരിച്ചറിയണം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകുകയില്ല. ആ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ എന്താണ് കർത്താവ് തന്നത്? തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് തരുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചു. ദൈവം തൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയത് കേവലം വാക്കുകളിലോ കേവലം ചില വചനങ്ങളിലോ മാത്രമായിരുന്നില്ല. തൻ്റെ പുത്രൻ നമുക്ക് വേണ്ടി വിട്ടു തന്നു. അതാണ് യഥാർത്ഥ സ്നേഹം. വാക്കുകൾ പറയാൻ ആർക്കും എന്തും പറ്റും, ഇല്ലേ? വാക്കുകൾ പറയാൻ. പക്ഷേ ആ വാക്കിനോട് ചേർന്നുള്ള പ്രവൃത്തി, വാക്കും പ്രവൃത്തിയും ഒന്നിച്ചു വരുമ്പോഴാണ് അതിന് ശക്തി വരുന്നത്. ദൈവം നമ്മെ സ്നേഹിച്ചു എന്നുള്ളതിന് തെളിവായി തൻ്റെ ഏകജാതനായ തിരുക്കുമാരനായ യേശുക്രിസ്തുവിന് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമാകുവാൻ, പീഡയേൽക്കുവാൻ, ശിക്ഷയേൽക്കുവാൻ നമുക്ക് വേണ്ടി വിട്ടു തന്നു. ഈ സ്നേഹം നാം എന്നും കണ്ടെത്തണം. നാം വലിയ സത്യങ്ങൾ, വലിയ ആത്മീയ ആഴങ്ങളോ ആത്മീയമായ ഔന്നത്യങ്ങളോ എല്ലാം പ്രാപിക്കണം. ഇനി അതൊന്നും പ്രാപിച്ചില്ലെങ്കിലും ഈ ഒരു നിർമ്മലമായ സത്യം നിങ്ങളുടെ ഹൃദയപലകമേൽ എഴുതിയിടണം. യേശു എന്നെ സ്നേഹിക്കുന്നു, യേശു എന്നെ കരുതുന്നു, യേശുവിന് എന്നെ അറിയാം, യേശുവിന് എൻ്റെ പേരറിയാം, യേശുവിന് എൻ്റെ വീടറിയാം, യേശുവിന് എൻ്റെ അഡ്രസ്സ് അറിയാം, യേശുവിന് ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ യേശുവിനറിയാം, ഞാൻ ഇന്ന് വിഷമിക്കുന്ന പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്ന് യേശുവിനറിയാം. ഇത് നാം റിയലൈസ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ നിരാശ വരും. കാരണം എൻ്റെ പ്രശ്നം കാണാൻ ആരുമില്ല, എൻ്റെ വേദന കാണാൻ ആരുമില്ല, ഞാൻ പോകുന്ന പ്രതിസന്ധി കാണാൻ ആരുമില്ല. ആ കൂട്ടത്തിൽ ദൈവവും പെടും, മനുഷ്യനും പെടും. എൻ്റെ പ്രിയരെ, ഇന്ന് പിശാച് മനുഷ്യരെ കെട്ടിയിട്ടിരിക്കുന്ന ഏറ്റവും വലിയ ബന്ധനം നിരാശയാണ്. നിരാശയുടെ കയറുകൊണ്ട് മനുഷ്യനെ കെട്ടിയിട്ടിരിക്കുന്നു. എന്തുകൊണ്ട്? സ്നേഹനിധിയായ യേശുവിന്റെ സ്നേഹത്തെ കാണാൻ പറ്റുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഞാനിത് ചില തത്വങ്ങളായിട്ട് പറയുകയല്ല. ഇന്ന് അനേകായിരം മനുഷ്യർ നിരാശ കയത്തിലാണ്. ഡിപ്രഷൻ, ഫ്രസ്ട്രേഷൻ കഴിയാണ്. എന്തുകൊണ്ട്? യേശുക്രിസ്തുവുമായിട്ടൊരു ബന്ധം. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എൻ്റെ കർത്താവ് അറിയാതെ അല്ല എന്ന് വാസ്തവമായൊരു ചിന്തയുണ്ടെങ്കിൽ ഈ നിരാശ നമ്മെ ബാധിക്കുകയില്ല. കാരണം എനിക്ക് യേശു ഉണ്ട്. യേശു വിലയുള്ളവനാണ്, യേശു സർവശക്തനാണ്, യേശുവിന് അസാധ്യമായതൊന്നുമില്ല. യേശു ഉണ്ടെങ്കിൽ പിന്നെ ലോകം മുഴുവനെതിരായാലും എന്തിനു പേടിക്കണം പറയരേ. ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയട്ടെ, ഇത് തത്വമായി കേട്ടാൽ പോരാ. ഞാൻ സത്യമായി അനുഭവിക്കുന്ന ഒരു സത്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാനും നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്. ദുഃഖങ്ങളും വേദനകളും സങ്കടങ്ങളും സന്തോഷങ്ങളും സമ്മിശ്രമായിട്ടുള്ള ഒരു ജീവിതമാണ് എൻ്റെ. ആവശ്യങ്ങളും എല്ലാം ഉണ്ട് എനിക്ക്.
പക്ഷേ പലപ്പോഴും എൻ്റെ മുഖം പാടാതെ ഞാൻ സന്തോഷവാനായി സമാധാനമുള്ള ഒരാളായി ജീവിക്കാൻ കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കുക, എനിക്ക് യേശു ഉണ്ടല്ലോ, എനിക്ക് യേശു ഉണ്ടല്ലോ. ഏത് പ്രശ്നം വരുമ്പോഴും കൃപയാൽ, അതും കൃപയാണെന്ന് ഞാൻ പറയുന്നു, അതൊന്നും എൻ്റെ യോഗ്യതയല്ല, കൃപ. കർത്താവ് ഉള്ളിൽ ബോധ്യം തരും, മോനെ ഞാൻ നിനക്കില്ല. ആരെല്ലാം എതിരായാലും, ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും, ആരെല്ലാം ഭീഷണിപ്പെടുത്തിയാലും, ആരെല്ലാം തെറ്റിദ്ധരിച്ചാലും എല്ലാം എൻ്റെ ഹൃദയത്തിൽ ഒരു കാര്യം കർത്താവ് ഉറപ്പിച്ചു തന്നിട്ടുണ്ട്, എനിക്ക് യേശുവുണ്ട്. ആ യേശുവാകുന്ന പാറമേൽ കർത്താവ് എനിക്ക് അടിസ്ഥാനമിട്ട് തന്നു. ഞാൻ എൻ്റെ യേശുവിനോട് പ്രാർത്ഥിക്കുന്നു, ഞാൻ എൻ്റെ യേശുവിൽ ആശ്രയിക്കുന്നു. എൻ്റെ യേശു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഞാൻ യേശുവിനെ സാക്ഷിക്കുന്നു. എനിക്കറിയാം, ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം യേശുവിനെ സാക്ഷിക്കാൻ കിട്ടുന്ന അവസരമാണ്, യേശുവിനെ ഉയർത്താൻ കിട്ടുന്ന അവസരമാണ്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ കിട്ടാവുന്ന ഏറ്റവും വലിയ ജോലി, ഏറ്റവും വലിയ പ്രൊഫഷൻ, ഏറ്റവും പ്രതിഫലം കിട്ടുന്നത്, ഈ ഭൂമിയിലെ പ്രതിഫലം ഞാൻ പറയുന്നത്, ഇവിടെയും കർത്താവ് തരും. പക്ഷേ നിത്യതയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് യേശു ക്രിസ്തുവിൻ്റെ വേല ചെയ്യുന്നവർക്കാണ്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതം യേശുവിന് സമർപ്പിക്കണം, യേശുവിൻ്റെ വേലയ്ക്ക് സമർപ്പിക്കണം. 19-ാമത്തെ വയസ്സിൽ ഞാൻ മാനസാന്തരപ്പെട്ട ആദ്യ ദിവസങ്ങളിൽ തന്നെ ദൈവവേലയ്ക്കുള്ള ഒരു ആഹ്വാനം വന്നപ്പോൾ, യേശുവിൻ്റെ സാക്ഷിയാകണമെന്നുള്ളതായ ഒരു ചിന്ത വന്നപ്പോൾ, ഞാൻ അന്ന് അറിയാവുന്ന പോലെ, ഒന്നും തികഞ്ഞിട്ടല്ല, ഒന്നും പൂർത്തിയായിട്ടുമല്ല, ആത്മാവിൻ്റെ ആഴങ്ങളോ ആത്മീയ ജീവിതത്തിൻ്റെ ആഴങ്ങളോ ഒന്നും അറിഞ്ഞിട്ടുമല്ല, എൻ്റെ കർത്താവേ എനിക്ക് അങ്ങയുടെ സാക്ഷിയാകണം. അത്രമാത്രം ഒരു സ്നേഹം എന്നെ കടന്നു പിടിച്ചിരുന്നു. ഒരു സ്നേഹം, വലിയൊരു സ്നേഹം എന്നെ അങ്ങ് കീഴടക്കിയിരുന്നു. ഞാൻ അന്ന് ആ കാലങ്ങളിൽ എന്തിനെന്നറിയാതെ ഇടയ്ക്കെല്ലാം ഞാൻ പൊട്ടി കരയുമായിരുന്നു. യേശുവിനോടുള്ള സ്നേഹം ഹൃദയത്തിൽ തിങ്ങിയിട്ട് ഞാൻ പൊട്ടി കരഞ്ഞ് ഞാൻ ഇന്ന് ഓർക്കുന്നു. അന്നെല്ലാം യേശുവിൻ്റെ പാദം കെട്ടിപ്പിടിച്ച നാഥ, എനിക്ക് അങ്ങയുടെ സാക്ഷിയാകണം, എനിക്ക് അങ്ങയുടെ വേല ചെയ്യണം. കൃപയാൽ ഞാൻ ഒത്തിരി ചെയ്തൊന്നുമെന്നല്ല പറയുന്നത്. എന്നാൽ ആ 19-ാമത്തെ വയസ്സ് മുതൽ ഇന്ന് ഈ 55-ാമത്തെ വയസ്സ് വരെയും യേശുവിനെ സേവിപ്പാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. ഞാൻ എന്തെങ്കിലും ചെയ്തതെന്നല്ല പറയുന്നത്, കർത്താവ് എനിക്ക് അവസരം തന്നു. എല്ലാം പൂർണ്ണമായും യൂട്ടിലൈസ് ചെയ്തൊന്നും അല്ല ഞാൻ പറയുന്നത്. എങ്കിലും പല രീതിയിൽ കർത്താവിനെ പാടുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിൻ്റെ നാമത്തിൽ ധാരാളം യാത്രകൾ ചെയ്യുവാൻ, കർത്താവിൻ്റെ നാമത്തിൽ ദൈവമക്കളോടൊത്ത് സഞ്ചരിക്കുവാൻ, ഹല്ലേലൂയ, ദൈവമക്കൾക്ക് ശുശ്രൂഷ ചെയ്യുവാൻ, യേശുവിനെ സാക്ഷിപ്പാൻ, യേശുവിൻ്റെ വചനം പറയുവാൻ, പ്രബോധനങ്ങൾ കൊടുക്കുവാൻ, അങ്ങനെ വിവിധ തലങ്ങളിൽ യേശുവിനെ അല്പമായി സേവിപ്പാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. യേശുവിന് വേണ്ടി എഴുതുവാൻ, കർത്താവിൻ്റെ പുസ്തകങ്ങൾ എഴുതിയ ദൈവമക്കളുടെ കൂടെ ഇരുന്ന് അവർക്ക് എഡിറ്റ് ചെയ്ത് കൊടുത്ത് ആ എഴുത്തിൽ സഹായിപ്പാൻ, അനേക ദൈവമക്കൾ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് വണ്ടി ഓടിച്ച് ദൂരെ വണ്ടി ഓടിച്ച് സഹായിപ്പാൻ, രാത്രി വൈകിയും 2 മണി 3 മണി വരെ വെളുപ്പിന് രാത്രി വളരെ വൈകി ദൈവമക്കളോട് ഒരുമിച്ച് ഡ്രൈവ് ചെയ്ത് അവർ ദൈവവേലയ്ക്ക് പോകുമ്പോൾ അവരുടെ കൂടെ ഡ്രൈവ് ചെയ്ത് തിരികെ വന്ന് അല്പസമയം ഒന്ന് ഉറങ്ങിയെന്ന് വരുത്തി പിന്നീട് എഴുന്നേറ്റ് ജോലിക്ക് പോകുവാൻ, ജോലി ചെയ്തിട്ട് വന്നിട്ട് പിന്നെയും വേലയ്ക്ക് പോകുവാൻ, അങ്ങനെ നിരന്തരമായി എൻ്റെ കർത്താവിൻ്റെ മുഖത്തുള്ള വേലയോട് ചേർന്ന് നിൽപ്പാൻ എനിക്ക് ഭാഗ്യം തന്നു, അവസരം തന്നു. അതെല്ലാം ഭാഗ്യമായി ഞാൻ കരുതുക മാത്രമല്ല, എന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ജീവിതത്തിലും, എൻ്റെ കുടുംബജീവിതത്തിലും, എൻ്റെ മക്കളുടെ ജീവിതത്തിലും, എൻ്റെ മാതാപിതാക്കളുടെ ജീവിതത്തിലെല്ലാം അതെല്ലാം നന്മയായി വന്നു ചേർന്ന് ഞാൻ അറിയുന്നു. ഇന്ന് ഞങ്ങളുടെ കുടുംബം ഒരു സ്വർഗമാണ്. 4 തലമുറകൾ ഞങ്ങൾ ഒരുമിച്ച് വസിക്കുന്നു. സൗഭാഗ്യം, സന്തോഷം, സ്നേഹം, ഐക്യം എല്ലാം അനുഭവിക്കുന്നു. ഈ ഭൂമിയിൽ കുറെ സ്വത്തുകൾ വാരിക്കൂട്ടി ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അങ്ങനെയൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല. ജീവിക്കാനുള്ള കർത്താവ് തന്നു. പക്ഷേ ഈ ഭൂമിയിൽ വാരിക്കൂട്ടുന്ന സ്വത്താണോ സ്വത്ത് പ്രിയരെ? അല്ല. കുറേ സ്വത്തുണ്ടായിട്ട് സമാധാനമില്ലെങ്കിൽ എന്ത് ഗുണം? കുറേ സ്വത്തുണ്ട് കുടുംബത്തിൽ ഐക്യമില്ലെങ്കിൽ എന്ത് ഗുണം? കുറേ സ്വത്തുണ്ട് അപ്പനും മക്കളും മാതാപിതാക്കളും ഒരു മനസ്സല്ലെങ്കിൽ എന്ത് ഗുണം? ഹല്ലേലൂയ, കൃപയാൽ ഞാൻ അതും കൃപയായി കരുതുന്നു. കഴിവല്ല, കൃപയാണ്. ബലമല്ല, ദയയാണ്. എല്ലാവൻ്റെ കർത്താവിൻ്റെ കൃപ, എല്ലാവൻ്റെ കർത്താവിൻ്റെ സ്നേഹം, എല്ലാവൻ്റെ യേശുവിൻ്റെ വാത്സല്യം. ഞാൻ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞു ആണ് നിങ്ങളോട് ഈ വാക്കുകൾ പറയുന്നത്. എനിക്ക് എൻ്റെ യേശുവിനോട് സ്നേഹം മാത്രമേ ഉള്ളൂ. എൻ്റെ യേശു നന്മയല്ലാതെ എനിക്കൊന്നും ചെയ്തിട്ടില്ല. തിന്മയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ നന്മയെ ചെയ്തിട്ടുള്ളൂ. ഒരിക്കൽ എൻ്റെ കാലിൻ്റെ ടെൻഡൻ കുതിഞ്ഞരമ്പ് മുറിഞ്ഞ് ഏതാനും നാളുകൾ എനിക്ക് ജോലിക്ക് പോകാൻ കഴിയാതെ, അന്ന് എൻ്റെ ചേട്ടൻ്റെ സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ എൻ്റെ കാല് മുറിഞ്ഞ് അങ്ങനെ നിൽക്കേണ്ടതായ അവസരം വന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്ന് ദോഷമായിട്ട് തോന്നിയെങ്കിലും
നിങ്ങൾക്കറിയാമോ, 3 മാസം കഴിഞ്ഞ് ആ കാല് തുറന്നു നോക്കുമ്പോഴേ അറിയാവൂ ചട്ടുണ്ടോ ഇല്ലയോ, മുറിവ് ഹീലായോ എന്നറിയാവോ എന്ന് ഡോക്ടർ സംശയം പറഞ്ഞുവെങ്കിലും 2.5 മാസത്തെ ടെസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, എക്സ്റേ എടുക്കാൻ വേണ്ടി അദ്ദേഹം കട്ട് ചെയ്തപ്പോൾ, ആ പ്ലാസ്റ്റർ കട്ട് ചെയ്തപ്പോൾ സമ്പൂർണ്ണ സൗഖ്യമായിട്ടിരിക്കുന്നു. ഒരു 1.5 ആഴ്ചയിൽ കൂടുതൽ ഞാൻ ജോലിക്ക് പോകാതിരുന്നില്ല. ക്രച്ചസിൽ ചാടി എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ജോലിക്ക് പോകാനിടയായി. എൻ്റെ ഭാര്യ വണ്ടി ഓടിച്ചു, ഞങ്ങളങ്ങനെ പോയി. ഒന്നും തിന്മയ്ക്കായിട്ട് എൻ്റെ യേശു ചെയ്യുകയില്ല, എല്ലാം നന്മയ്ക്കാക്കും. പിശാച് തിന്മയ്ക്കായി ചെയ്തതുപോലും എൻ്റെ യേശു നന്മയ്ക്കാക്കും. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ 100 അനുഭവങ്ങളിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, പഠിച്ചു പറയുന്നതല്ല. എൻ്റെ ജീവിതത്തിൽ ആയിരക്കണക്കിന് അനുഭവങ്ങൾ തന്ന്, ഇന്നും ദൈനംദിന ജീവിതത്തിൽ ഓരോ ദിവസവും അനുഭവങ്ങൾ തന്ന് വഴി നടത്തുന്ന എൻ്റെ സ്നേഹനിധിയായ യേശു. ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളോട് അത്രമാത്രം സ്നേഹമാണ്. നിങ്ങൾ നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് നിത്യജീവൻ തരണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി യാഗമാക്കി. ആ കാൽവറിയിലെ യാഗത്തിലേക്ക് നോക്കി നിങ്ങൾ വിശ്വസിച്ചാൽ, യേശു കാൽവറി ക്രൂശിൽ കിടന്ന് പിടയ്ക്കുന്നത്, ആ രക്തം ചിന്തിയത്, അടിയേറ്റത്, നിന്നേറ്റ തുപ്പലേറ്റത് എനിക്ക് വേണ്ടി, ഓൺലി ഫോർ മീ, എനിക്ക് വേണ്ടി. ഈ ഭൂമിയിൽ ഞാൻ മാത്രമേ ജനിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലും, ചിന്തിക്ക്, 850 ചില്ലാനും കോടി ജനങ്ങളുണ്ട്. എന്നാൽ ഞാൻ ഒരാൾ മാത്രമേ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ പോലും നമുക്ക് വേണ്ടി യേശു, എനിക്ക് ഒരാൾക്ക് വേണ്ടി യേശു മരിക്കുമായിരുന്നു. മോനെ, നിനക്കൊരാൾക്ക് വേണ്ടി പോലും യേശു മരിക്കുമായിരുന്നു. മകളെ, നിനക്ക് ഒരാൾക്ക് വേണ്ടി പോലും യേശു ഇത്രത്തോളം പങ്കപ്പാടേറ്റ് മരിക്കുമായിരുന്നു. ഇത് റിയലൈസ് ചെയ്ത് വ്യക്തിപരമായി അനുഭവിക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറയപ്പെടുന്നത്. ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് നാം വേലയ്ക്ക് ഇറങ്ങുന്നത്. ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് വേലയ്ക്ക് ഇറങ്ങിയാലേ അത് പ്രയോജനമുള്ളൂ. കർത്താവിന് സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം എന്നെ സ്നേഹിച്ചു, നിങ്ങളെ സ്നേഹിച്ചു, എല്ലാവരെയും സ്നേഹിക്കുന്നു. മോനെ, നീ നിരാശപ്പെട്ടിരിക്കേണ്ട. മകളെ, നീ ഭാരപ്പെട്ടിരിക്കേണ്ട. മോനെ, നീ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കേണ്ട. എന്നെ സ്നേഹിക്കാൻ ആരുമില്ലെന്ന് നീ കരുതണ്ട. നിന്നെ കരുതാൻ യേശുവുണ്ട്. യേശു ഉണ്ടെങ്കിൽ സ്വർഗമുണ്ട്. യേശു ഉണ്ടെങ്കിൽ മാലാഖമാരുണ്ട്. യേശു ഉണ്ടെങ്കിൽ വിശുദ്ധന്മാരുണ്ട്. യേശു ഉണ്ടെങ്കിൽ എല്ലാം അനുകൂലമാണ്. ഈ സൗഭാഗ്യം നിങ്ങൾ അറിയണം, നിങ്ങൾ അനുഭവിക്കണം, നിങ്ങൾ രുചിക്കണം. നിങ്ങൾ അങ്ങനെ ആനന്ദമുള്ളൊരു ജീവിതം ഈ ഭൂമിയിൽ നയിക്കണം. കുടുംബം സ്വർഗമാകണം, വ്യക്തി ജീവിതം സ്വർഗമാകണം. അങ്ങ് സ്വർഗത്തിൽ ചെന്ന് നിത്യയുഗായുഗം യേശുവിനോടൊത്ത് സ്വർഗ സൗഭാഗ്യം അനുഭവിക്കണം. ഇതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യവും പ്രാർത്ഥനയും ആഗ്രഹവും. അതിനിടയാകട്ടെ. കർത്താവ് നിങ്ങളെ നിറപടിയായി അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ ആത്മീയമായോ ഏതെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നാൽ ഞങ്ങൾ പറയുന്നതും പഠിപ്പിക്കുന്നതും നിങ്ങൾ ഓരോരുത്തരും യേശുവിനെ മുറുകെ പിടിക്കണം. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. എന്നിട്ട് യേശുവിനോട് പ്രാർത്ഥിക്കണം. എങ്ങനെ? അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. സ്വർഗത്തിലെ ദൈവത്തെ അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നേരിട്ട് അനുഭവങ്ങൾ പ്രാപിച്ച് നിങ്ങൾ അനുഭവ സമ്പത്തുള്ളവരായി യേശുവിനെ മുറുകെ പിടിക്കുന്നവരായി തീരുക. കർത്താവ് അതിനിടയാക്കട്ടെ. ദൈവനാമം